മഴത്തോരും മുൻപേ മറ്റൊരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. രോഹിത് എറണാകുളത്തേക്ക് വരുന്നത് പ്രമാണിച്ച് രേവതിക്കുട്ടിയും അലീനയും ബസ് സ്റ്റേഷനിൽ ചെന്ന് കാത്തു നിൽക്കുവാൻ തീരുമാനിച്ചു. അതറിഞ്ഞപ്പോൾ ഗ്രേസമ്മ പറയുകയാണ്, അയ്യോടാ, അവനൊരാണല്ലേ, ഇങ്ങോട്ടുള്ള വഴിയും അറിയാം. നിങ്ങൾ രണ്ട് പെൺകുട്ടികൾ ബസ് സ്റ്റാൻഡിൽ പോയി അവനെ കാത്തു നിൽക്കേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ? അതിന് അലീന, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എങ്കിലും അത്രയും കൂടി നേരത്തെ അവനെ കാണാമല്ലോ. ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇവിടെ എത്തുന്നതുവരെ അവനോട് വർത്തമാനം പറയാം. അല്ലെങ്കിലും ബസ് സ്റ്റാൻഡിൽ പോയി അവനെ കാത്തു നിന്ന് സ്വീകരിച്ചു കൊണ്ടുവരുന്നതൊക്കെ ഒരു സന്തോഷമല്ലേ ആൻറ്റി? ആ ശരി ശരി, എങ്ങനെ പോകും നിങ്ങൾ? ഒരു ഓട്ടോ പിടിച്ചു പോയിക്കൊള്ളാം. പക്ഷെ അവർ പോകാൻ ഇറങ്ങിയപ്പോഴേക്കും മാമച്ചൻ കാർ ഇറക്കി കഴിഞ്ഞു. ഗ്രേസമ്മയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു അത്. കലൂർ ബസ് സ്റ്റാൻഡിൽ അവർ പോയി കാത്തു നിന്നു. രോഹിത് എത്താറായി എന്ന് മൊബൈൽ ഫോണിൽ അലീനയെ വിളിച്ചറിയിച്ചിരുന്നു. 1/4 മണിക്കൂറിനുള്ളിൽ ബസ് എത്തി. രോഹിത്തിനെ കണ്ട് അലീനയും രേവതിക്കുട്ടിയും കാറിൽ നിന്നും ഇറങ്ങി അവൻ്റെ അടുത്തേക്ക് ചെന്നു. അലീനയെ കണ്ടതും രോഹിത്തിൻ്റെ മുഖം സന്തോഷത്താൽ പ്രഫുല്ലമായി. അലീന മുൻപോട്ട് ചെന്ന് രോഹിത്തിന് കൈ കൊടുത്തു. തുടർന്ന് അവൾ അവൻ്റെ മുഖത്തേക്ക് പുഞ്ചിരിയോടെ കണ്ണുമയ്ക്കാതെ നോക്കി നിൽക്കുകയാണ്. അവൾക്ക് അവനോടുള്ള സ്നേഹവും കണ്ടപ്പോഴത്തെ സന്തോഷവുമെല്ലാം അവളുടെ മുഖഭാവത്തിൽ പ്രകടമായിരുന്നു. ആ കൈയൊന്ന് വിട്ടിട്ട് നമുക്ക് കൂടി ഒരു കൈ തരണേ, പാവപ്പെട്ടവളാണേ. രേവതിക്കുട്ടി തൻ്റെ സാന്നിധ്യം അവരെ ഓർമ്മപ്പെടുത്തി. നിനക്കൊരു കൈ തരാനും കൂടി വേണ്ടിയാണ് ഞാൻ മെനക്കെട്ട് വന്നത്. രേവതിക്കുട്ടിക്ക് ഷെയ്ക്ക് ഹാൻഡ് നൽകിക്കൊണ്ട് രോഹിത് പറയുകയാണ്. 3 പേരും കൂടി കാറിൽ കയറി. കാറിൻ്റെ പിൻസീറ്റിലേക്കാണ് മൂവർ വരുന്നത്. അത് കണ്ടുകൊണ്ട് മാമച്ചൻ ചോദിക്കുകയാണ്, അല്ല, ഞാനെന്താ ഡ്രൈവറാണോ? അയ്യോ സോറി അങ്കിളെ, മറന്നുപോയി. ഇവരാങ്ങളെ പെങ്ങളും കൂടി ഇരുന്ന് കൊഞ്ചട്ടെ അല്ലേ? ഇത് പറഞ്ഞിട്ട് രേവതി പെട്ടെന്ന് ഡോർ തുറന്ന് പുറത്തിറങ്ങി ഫ്രണ്ട് സീറ്റിൽ വന്നിരുന്നു. വണ്ടി മെല്ലെ മുൻപോട്ട് നീങ്ങി. എന്തൊക്കെയുണ്ടടാ വിശേഷങ്ങൾ, പറയ്. നിന്നെ കണ്ടിട്ട് ഒരുപാട് നാളായതുപോലെ തോന്നുക. അമ്മയും ബബിതയും കൊല്ലപ്പള്ളിയിൽ നിന്ന് തിരിച്ചു വന്നോ? അച്ഛൻ എന്തു പറഞ്ഞയച്ചു നിന്നോട്? ഇപ്പം കൃഷ്ണമോൾ ഒറ്റയ്ക്കുള്ളോ വീട്ടിൽ? നീ വല്ലതും കഴിച്ചിട്ടാണോ പോകുന്നത്? ഇവിടെ എത്തിയെന്ന് അച്ഛനോട് നീ പറഞ്ഞോ? അലീന തുടരെ ചോദ്യങ്ങൾ ഉതിർക്കുകയാണ്. അപ്പോൾ രോഹിത്, ഞാൻ എല്ലാത്തിനും മറുപടി പറയാം. എനിക്കൊന്ന് ശ്വാസം വിടാനുള്ള സമയം തരണം കേട്ടോ. രേവതിക്കുട്ടി മുൻ സീറ്റിലാണെങ്കിലും പിൻപോട്ട് തിരിഞ്ഞാണ് ഇരിപ്പ്. അപ്പോൾ മാമച്ചൻ, നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഹോട്ടലിൽ കയറാം. ഉടനെ മാമച്ചനെ ശകാരിച്ചുകൊണ്ട് രേവതിക്കുട്ടി പറയുകയാണ്, അയ്യോ വേണ്ട വേണ്ട, ആൻറ്റി കൊല്ലും. രോഹിത്തേട്ടൻ വരുമെന്നും പറഞ്ഞ് അലീന ചേച്ചി ചിക്കനോ മട്ടനോ എന്തൊക്കെയോ ആൻറ്റിയെ കൊണ്ട് വാങ്ങിപ്പിച്ച് ശരിയാക്കി വെച്ചിരിക്കുക. അത് പിന്നെ ആരാ കഴിക്കുക? പെട്ടെന്ന് അലീന അതിശയത്തോടു കൂടി പറയുകയാണ്, അയ്യോ ഞാനല്ല വാങ്ങിപ്പിച്ചത്, ഇവളാ. നോക്കണേ, മുഖത്ത് നോക്കി നുണ പറയുന്നത്. നമുക്ക് ഉപദ്രവമില്ലാത്ത ചില കള്ളത്തരങ്ങളൊക്കെ സമ്മതിച്ചു തന്നേക്കണം അലീന ചേച്ചി. അതുകൊണ്ട് ആർക്കും നഷ്ടമൊന്നുമില്ലല്ലോ. അനുജനെ സൽക്കരിക്കാൻ ചേച്ചി സ്പെഷ്യലൊക്കെ വാങ്ങിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ചേച്ചിക്ക് തന്നെയല്ലേ അതിൻ്റെ ക്രെഡിറ്റ്? ഓ ശരി, സമ്മതിച്ചു. ഞാൻ തന്നെയാ എല്ലാം വാങ്ങിപ്പിച്ചതും പാകം ചെയ്യിച്ചതും. ആൻറ്റിയും ഇവളും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയത് കൂടിയില്ല. അവർക്കിപ്പോൾ ആര് വന്നാലെന്ത് പോയാലെന്ത്. എൻ്റെ കൂടപ്പുറപ്പിൻ്റെ കാര്യങ്ങൾ വേണ്ടതുപോലെ നോക്കാൻ ഞാനല്ലാതെ ആരുണ്ട്? ഉടനെ രേവതിക്കുട്ടി വീണ്ടും ഇടയ്ക്ക് കയറി. എന്നിട്ട് പറയുക, മതി മതി, ഒന്ന് നിർത്തണേ. ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത്, അല്ലെങ്കിൽ കളരിക്ക് പുറത്ത്. അത് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. മാമച്ചൻ മുൻസീറ്റിലിരുന്ന് ചിരിച്ചു. അത് കണ്ടുകൊണ്ട് രേവതിക്കുട്ടി പറയുകയാണ്, അങ്കിളിയിടയായിട്ട് കുറച്ച് സ്ലോയാ കേട്ടോ. എന്തെങ്കിലും കേട്ടാൽ 5 മിനിറ്റ് കഴിഞ്ഞാണ് ചിരി വരുന്നത്. നിന്റെ പൊട്ടത്തരങ്ങൾ കേട്ട് പ്രതികരണശേഷി കുറഞ്ഞു പോയത് കൊണ്ടാവച്ചേ. അത് കേട്ടിട്ട് രോഹിത്തും അലീനയും പൊട്ടിച്ചിരിച്ചു. ഉടനെ രേവതിക്കുട്ടി, ഒരുത്തിക്കാരെങ്കിലും വാ തുറക്കുന്നത് കണ്ടാൽ മതി, അപ്പ ചിരി തുടങ്ങും. പറയുന്നത് തമാശയാണോ കാര്യമാണോ അതോ സങ്കട വാർത്തയാണോ ഇതൊന്നും നോക്കണ്ട. ഉടനെ അലീന, നീ പോടി കുശുമ്പി. ആ ഇനിയിപ്പം ഇവിടെ ഒരാളുടെ ഗമയാണ് കാണേണ്ട കാഴ്ച. ആങ്ങളെ വന്നല്ലോ കൂട്ടിന്. അതുകൊണ്ട് ഇനിയിപ്പോൾ പെൻഗിൻ പക്ഷി നടക്കുന്നത് മാതിരി വലിയ പ്രയാസപ്പെട്ട് ഞെളിഞ്ഞൊക്കെ ആയിരിക്കും നടപ്പ്. കണ്ടില്ലേ എൻ്റെ ആങ്ങളെയുണ്ട് കൂടെ. നിങ്ങളൊക്കെ ആരാണ് പോലും മനസ്സിലായില്ലല്ലോ. രേവതിക്കുട്ടി അത് പറഞ്ഞു തീർക്കുന്നതിന് മുൻപ് മാമച്ചനും അലീനയും രോഹിത്തും പൊട്ടിച്ചിരിച്ചു. ചിരിക്കൊടുവിൽ മാമച്ചൻ പറയുകയാണ്, ഇനിയെങ്കിലും അലീനയും രോഹിത്തും ഒരു കാര്യം ഉറപ്പിച്ചോളണം. ഈ അസൂയയ്ക്കും കഷണ്ടിക്കും മരുന്നില്ല. അതിനുള്ള നല്ല ഒന്നാന്തരം തെളിവുകളാണ് ഈ മുൻപിലിരിക്കുന്ന ഈ 2 മനുഷ്യജീവികൾ, ഇവളും ഞാനും. എൻ്റെ രോഗലക്ഷണം കണ്ണാടി പോലെ തിളങ്ങിക്കാണാം. പക്ഷേ ഇവളുടേത് പ്രഥമ ദൃഷ്ടിയെ കാണാൻ പറ്റില്ല എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് കേട്ടപ്പോൾ അലീനയും രോഹിത്തും ചിരിച്ചു. രേവതിക്കുട്ടി മുഖവും വീർപ്പിച്ചിരുന്നു. ഉടനെ രോഹിത്ത്, ഇപ്പം കാണാനും പറ്റുന്നുണ്ടെങ്കിലേ. ഹയ്യടാ. രേവതിക്കുട്ടി അവനെ നോക്കി മുഖം ചുളിച്ചു. ഒരവസരം കിട്ടിയ ഉടനെ എൻ്റെ മെക്കിട്ട് കയറണം കേട്ടോ. ഇയാളെ സ്വീകരിക്കാൻ ഇവിടം വരെ വന്ന എന്നെ വേണം തൊഴിക്കാൻ. അപ്പോൾ രോഹിത്ത്, അതുമാത്രം എന്നോട് പറയരുത്, അത് ഞാൻ ചെയ്യില്ല. അവർ വീടിനടുത്തേക്ക് എത്തി. മാമച്ചൻ വീടിൻ്റെ ഗേറ്റിനുള്ളിലേക്ക് കാർ തിരിച്ചു കയറ്റുന്നതിനിടെ പറയുകയാണ്, ഞാനിവൾക്ക് കരാട്ടെ പഠിച്ചൊരു കറവ പശുവിനെ വാങ്ങിക്കൊടുക്കുന്നുണ്ട്. അതോടെ അവളുടെ ആ മോഹവും അങ്ങ് സഫലമാവും. അങ്കിളെ, വിരുന്നുകാരല്ല ഇന്നല്ലെങ്കിൽ നാളെ അങ്ങ് തിരിച്ചു പോകുമേ. പിന്നെ ഞാനേ കാണൂ. അത് ഓർമ്മയിലിരിക്കുന്നത് നല്ലതാ. അയ്യോ സോറി, ഞാൻ അത്രയും കടന്ന് ചിന്തിച്ചില്ലടി കൊച്ചേ. മാമച്ചൻ്റെ ആ പ്രസ്താവനയും ചിരി ഉണർത്തി. സിറ്റൗട്ടിൽ അവരുടെ വരവും കാത്ത് ഗ്രേസമ്മയും ഷെറിനും നിൽക്കുന്നുണ്ടായിരുന്നു.
കാറിൽ നിന്നും ഇറങ്ങിയ ഉടനെ രേവതിക്കുട്ടി അലീനയോട് പറയുകയാണ്, ആങ്ങളെ വിളിച്ചുകൊണ്ട് പോയി കുഞ്ഞമ്മയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്ക്. വേണ്ട, നീ പരിചയപ്പെടുത്തിയാൽ മതി, നിന്റെ വീടല്ലേ, ഞാൻ വിരുന്നുകാരിയാണല്ലോ. രേവതിക്കുട്ടിക്ക് സന്തോഷമായി. ആളുകൾക്കിടയിൽ തന്റെ പ്രാധാന്യം കുറഞ്ഞു പോകുന്നുവെന്ന് അവൾക്ക് സങ്കടമുണ്ടായിരുന്നു. രോഹിത്തിന്റെ കൈപിടിച്ച് അവൾ ഗ്രേസമ്മയുടെയും ഷെറിന്റെയും മുൻപിലേക്ക് കൊണ്ടുപോയി നിർത്തി. ഇതാണ് ഷെറിൻ ചേച്ചി, ബാക്കിയൊന്നും ഞാൻ പറയണ്ടല്ലോ. രേവതിക്കുട്ടി പരിചയപ്പെടുത്തി. രോഹിത്ത് കൗതുകപൂർവ്വം ഷെറിന്റെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് പറയുകയാ, ഇത്ര പോലും പരിചയപ്പെടുത്തൽ വേണ്ടായിരുന്നു. കാരണം ഫോണിൽ കൂടി അലീന ചേച്ചി എല്ലാ കാര്യവും എന്നോട് വിവരിച്ചിട്ടുണ്ട്. ഷെറിൻ അവന്റെ നേർക്ക് നോക്കി പുഞ്ചിരിച്ചു. അപ്പോൾ രേവതിക്കുട്ടി ഷെറിന്റെ മുഖത്തേക്ക് നോക്കി ചോദിക്കുകയാണ്, ഇയാളെ പരിചയപ്പെടുത്തണം? ഷെറിൻ പതിഞ്ഞ സ്വരത്തിൽ പറയുകയാ, വേണമെന്നില്ല. ഇവിടെ വരുമെന്ന് പറഞ്ഞപ്പോൾ മുതൽ സംഭാഷണ വിഷയം ഇതൊക്കെ തന്നെയായിരുന്നല്ലോ. അപ്പോൾ എൻ്റെ ജോലി കഴിഞ്ഞു. രേവതിക്കുട്ടി പിന്മാറി. തുടർന്നവൾ നേരെ കിച്ചണിലേക്ക് ചെന്ന് ബ്രേക്ക്ഫാസ്റ്റിനുള്ള വിഭവങ്ങൾ എടുത്ത് ഡൈനിങ് ടേബിളിൽ വെച്ചു. എന്നിട്ട് ഹാളിൽ സംസാരിച്ച് നിന്നവരോടായി ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കണേ, വിശന്നിട്ട് കണ്ണ് കാണാൻ മേല ബാക്കിയുള്ളവർക്ക്. അലീന രോഹിത്തിനെ വിളിച്ചു കൊണ്ടുവന്നു. രേവതിക്കുട്ടി അവന് വിളമ്പിക്കൊടുത്തു. അലീനയും രേവതിക്കുട്ടിയും രോഹിത്തിനൊപ്പം കഴിക്കാനിരുന്നു. അപ്പോൾ രോഹിത്ത് ചോദിക്കുകയാണ്, അങ്കിളും ആൻറ്റിയും കഴിക്കുന്നില്ലേ? അതിനും മറുപടി പറഞ്ഞത് രേവതിക്കുട്ടി തന്നെയാണ്. ഒരു തവണ വെട്ടി വിഴിഞ്ഞതാ, ഒരു ദിവസം 2 ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ അനുവദിച്ചിട്ടില്ല. ഗ്രേസമ്മ അപ്പോൾ രോഹിത്തിന് വിശദീകരിക്കുകയാണ്, ഞങ്ങൾക്ക് മരുന്ന് കഴിക്കേണ്ടതല്ലേ മോനെ, അതുകൊണ്ട് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം. മാമച്ചനും ഗ്രേസമ്മയും ഷെറിനും അവരോടൊപ്പം ഊണുമേശയ്ക്ക് ചുറ്റുമിരുന്നു. രോഹിത്തിനോട് അവർ കുശലാന്വേഷണങ്ങൾ നടത്തി. ബാലചന്ദ്രമേനോനെ പറ്റിയും വൈജയന്തിയെ പറ്റിയും രോഹിത്തിന്റെ അനുജത്തിമാരെക്കുറിച്ചും ഒക്കെ ചോദിച്ചു. ഇതിനിടയ്ക്ക് മാമച്ചൻ പറയുകയാണ്, രോഹിത്ത് കുറച്ചുകൂടി സ്മാർട്ടായിട്ടുണ്ട്. കഴിഞ്ഞ തവണ വന്നപ്പോഴത്തെ പോലെ അല്ല, കുറച്ചുകൂടി ഇരുത്തം വന്നു. ഏയ്, അത്രയ്ക്കൊന്നും ഇല്ലെങ്കിലേ. ഉടനെ രേവതിക്കുട്ടി, മുട്ടനാടിന്റെ മാതിരി ഒരു ഊശാന്താടി കിളിച്ചു വരുന്നുണ്ട്, വേറെ മാറ്റമൊന്നും ഞാൻ കണ്ടില്ല. ഇവളെപ്പോഴും ഇങ്ങനെയാണോ ആൻറ്റി? ചൊറിയുന്ന വർത്തമാനം മാത്രമേ പറയത്തുള്ളൂ. അതിന് മറുപടിയായി ഗ്രേസമ്മ ഒന്ന് ചിരിച്ചത് മാത്രമേ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടൻ അലീന രോഹിത്തിനെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവൾക്ക് കടപ്പാട്ടൂരെ വീട്ടുവിശേഷങ്ങൾ അവന്റെ മുഖധാവിൽ നിന്ന് കേൾക്കണമായിരുന്നു. രേവതിക്കുട്ടിയും അവർക്കൊപ്പം പോയി. രോഹിത്ത് പറഞ്ഞു തുടങ്ങുകയാണ്, അച്ഛനും അമ്മയും ശീതസമരം തുടരുന്നു. തോറ്റ ഗെയിമാണ് അച്ഛൻ കളിക്കുന്നതെന്ന് അമ്മയ്ക്കറിയില്ല. അമ്മയ്ക്ക് വരുവാനിരിക്കുന്ന തോൽവി അതിഭയങ്കരമായിരിക്കുമെന്നും അമ്മയ്ക്കറിയില്ല. കഴിഞ്ഞു പോയതും വരുവാനിരിക്കുന്നതും കൃത്യമായി അറിയാവുന്നത് കൊണ്ട് അച്ഛൻ വളരെ ശാന്തനായാണ് ഇരിക്കുന്നത്. അച്ഛനെല്ലാം അറിയാമെന്ന് അമ്മയ്ക്കറിയാത്തത് കൊണ്ടും വരുവാനിരിക്കുന്ന തോൽവിയെക്കുറിച്ച് ധാരണകളൊന്നുമില്ലാത്തത് കൊണ്ടും അമ്മയുടെ മനസ്സ് ഏതു നേരത്തും ക്ഷോഭിച്ച കടൽ പോലെയാണ്. അച്ഛനും അമ്മയും ഒക്കെ അവിടെ നിൽക്കട്ടെ, നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണെന്ന് മാത്രം പറഞ്ഞാൽ മതി. അലീനയ്ക്ക് അതിലാണ് ആശങ്ക. ഞാനതിനെ ഓവർകം ചെയ്തു. കാരണം എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ. അതൊരു വലിയ പ്ലസ് പോയിന്റാ. അല്ലെങ്കിൽ ഞാനും ടെൻഷനിലായനെ. ബബിതയും കൃഷ്ണമോളും ഇപ്പോഴും ചിന്താക്കുഴപ്പത്തില. കൃഷ്ണമോൾ ഒരു പൊട്ടിപ്പെണ്ണായതുകൊണ്ട് ഒന്നും ചുഴിഞ്ഞാലോചിക്കുന്നില്ല. പക്ഷേ ബബിതയ്ക്ക് ഒരുപാട് കണക്കുകൂട്ടലുകളുണ്ട്. അവളുടെ മനസ്സ് കാട് കയറിപ്പോകും. ഒരു ദിവസം അവൾ എന്നോട് ചോദിച്ചു, അലീന ചേച്ചി അച്ഛൻ്റെ മോളാണോ എന്ന്. മറ്റേതെങ്കിലും ഇല്ലീഗൽ അഫയറിൽ സംഭവിച്ചതാണോ എന്നാണ് അവളുടെ സംശയം. എന്നിട്ട് നീ എന്തു പറഞ്ഞു? എനിക്കറിയില്ലെന്ന് ഞാൻ പറഞ്ഞു. അവൾക്ക് പ്രധാനമായും 2 സംശയങ്ങളാണ്. ഒന്ന്, എന്തുകൊണ്ട് അലീന ചേച്ചിയുടെ അഡ്രസ്സും ഡീറ്റെയിൽസും അച്ഛൻ കൊടുക്കുന്നില്ല. 2, എന്ത് കാരണത്താൽ അലീന ചേച്ചിയുടെ താമസ സ്ഥലത്തേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോകുന്നില്ല. ഇത് ശരിക്കും അവളുടെ സംശയങ്ങളല്ല കേട്ടോ. അമ്മയിൽ നിന്നും കടം വാങ്ങിയതാണ്. അമ്മയ്ക്ക് ഇപ്പോഴും ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടില്ലല്ലോ. ബബിത എന്നോട് ചോദിച്ചപ്പോൾ ഒരു കാര്യം എനിക്ക് സമ്മതിക്കേണ്ടി വന്നു. നീയും കൃഷ്ണമോളും അറിയാത്തൊരു വലിയ സത്യമുണ്ടെന്ന് ഞാൻ അവളോട് പറഞ്ഞു. ഇപ്പോൾ അതറിയുവാൻ സമയമായിട്ടില്ലെന്നും സമയമാകുമ്പോൾ തീർച്ചയായും പറയാമെന്നും രോഹിത്ത് വിശദീകരിച്ചു. അത്രയും കേട്ടപ്പോഴേക്കും അലീനയ്ക്ക് ഉത്കണ്ഠയായി. അവൾ ചോദിക്കുകയാണ്, അതെന്താ മോനെ നീ അങ്ങനെ പറഞ്ഞത്? അലീന ചേച്ചി എവിടെയാണുള്ളത് എന്നുള്ള കാര്യം ഞാൻ എന്തിനാണ് മറച്ചു വെക്കുന്നത് എന്നാണ് അവളുടെ ചോദ്യം. ഞാൻ എന്തുത്തരം പറയും? അച്ഛനും ഞാനും തമ്മിൽ ഒരു രഹസ്യ ധാരണയിലെത്തിയിട്ടുണ്ടെന്നാണ് അവളുടെ വിചാരം. എന്നിട്ട് നീ എന്തെങ്കിലും വിട്ടു പറഞ്ഞോ അവളുടെ അടുത്ത്? അങ്ങനെയൊന്നും പറഞ്ഞില്ല. പക്ഷേ അലീന ചേച്ചി നമുക്ക് അന്യയല്ല എന്ന് പറഞ്ഞു. ബ്ലഡ് റിലേഷൻ ഉണ്ടോ എന്ന് അവൾ ചോദിച്ചു. ഉവ്വെന്ന് ഞാൻ സമ്മതിച്ചു. അതൊക്കെ അങ്ങനെ അങ്ങ് സംഭവിച്ചു പോയി. അവൾക്ക് അല്പം ബുദ്ധി ജാസ്തിയാ. ഓരോന്ന് ചോദിച്ചു വരുമ്പോൾ നമ്മൾ അറിയാതെ കുടുങ്ങിപ്പോവും. അപ്പോൾ അച്ഛൻ്റെ മോളാണോ ഞാൻ എന്ന് ചോദിക്കാൻ അതാണ് ഒരു കാരണം അല്ലേ? ആയിരിക്കും. ഞങ്ങൾ തമ്മിൽ ഫോണിൽ സംസാരിക്കുമ്പോൾ ഇതൊക്കെ മനസ്സിലുള്ളതായി അവൾ ഭാവിക്കാറേ ഇല്ലല്ലോ. അതാണ് അവളുടെ പ്രത്യേകത. ഹൈഡ് ചെയ്യേണ്ട സംഗതിയാണെന്ന് അവൾക്ക് മനസ്സിലായി. ഒരു ഫൈനൽ കൺവിക്ഷനിൽ എത്തിയിട്ടുമില്ല. അപ്പോൾ അലീന വെറുതെ അല്ല, അവൾക്ക് അച്ഛൻ്റെ അടുത്ത് കുറച്ച് വിരോധമുണ്ട്. അവളോട് സംസാരിക്കുമ്പോഴൊക്കെ എനിക്ക് കുറച്ച് സംശയം തോന്നിയിട്ടുണ്ട്. പലയിടത്തും അച്ഛൻ്റെ കുറ്റം അവൾ പറഞ്ഞു. അച്ഛൻ മനസ്സ് വെച്ചാൽ ഇപ്പോഴത്തെ ഫാമിലി പ്രോബ്ലം തീരുമെന്നും അച്ഛനെല്ലാം തുറന്നു പറയാനും വിട്ടുവീഴ്ച ചെയ്യാനും തയ്യാറാകണമെന്നും അവൾ സൂചിപ്പിച്ചു. പക്ഷേ അച്ഛൻ യാതൊരുവിധ അഡ്ജസ്റ്റ്മെൻറ്റിലും തയ്യാറല്ലാത്ത വിധത്തിലാണത്രേ പെരുമാറുന്നത്. അച്ഛനെക്കുറിച്ച് തെറ്റായ ധാരണ അവളുടെ മനസ്സിലുണ്ടെന്ന് അപ്പോഴേ എനിക്ക് ബോധ്യമായി. അപ്പോൾ രേവതിക്കുട്ടി സംശയമായി ചോദിക്കുകയാണ്, ഇനിയിപ്പോൾ അത് മാറ്റിയെടുക്കാൻ പറ്റുമോ?
അതിന് രോഹിത്, ആ മാറ്റിയെടുക്കേണ്ടത് തന്നെയാണ്, പക്ഷെ സമയമെടുക്കും. അമ്മയാണെങ്കിൽ ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുക്കില്ലെന്ന മട്ടിൽ എല്ലാം മുറുകെ പിടിച്ചിരിക്കുകയാണ്. അച്ഛൻ്റെ കാര്യത്തിലൊഴികെ മറ്റെല്ലാവരുടെയും കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് അമ്മയാണ്. +2 റിസൾട്ട് കാത്തിരിക്കുക ബബിത. അവൾക്ക് എഞ്ചിനീയറിംഗിന് ചേരാനായിരുന്നു താല്പര്യം. അച്ഛനും ഞാനും അത് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ അമ്മ കൽപ്പിച്ചു ഡിഗ്രിക്ക് ചേർന്നാൽ മതിയെന്ന്. ബബിതയ്ക്ക് ആദ്യമൊക്കെ അതിനോട് എതിർപ്പായിരുന്നു. പിന്നെ എങ്ങനെയോ അമ്മ അവളെ കൊണ്ട് അത് സമ്മതിപ്പിച്ചു. എങ്ങനെയെന്നറിയില്ല. എറണാകുളത്ത് ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കാനാണ് ഉദ്ദേശം. അതിന് അലീന, അത് വേണ്ടിയിരുന്നില്ല. ബബിതയെ കെയർ ചെയ്യാൻ ആരെങ്കിലും വേണം. അവൾക്ക് കൂടുതൽ സ്നേഹവും കരുതലും കിട്ടണം. മൂത്ത ആൺകുട്ടിക്കും ഇളയ പെൺകുട്ടിക്കും കൂടുതൽ പരിഗണന കിട്ടിയ ഒരു വീട്ടിലാണ് അവൾ വളർന്നത്. നടുവിലുള്ളവളെ വേണ്ടതുപോലെ ആരും ശ്രദ്ധിച്ചില്ല. അതിൻ്റെ ഒരു പക അവൾ പോലും അറിയാതെ അവളുടെ മനസ്സിൽ കിടപ്പുണ്ട്. രേവതിക്കുട്ടി അപ്പോൾ ചോദിക്കുകയാണ്, രോഹിത്തേട്ടൻ ഒന്ന് ഉപദേശിച്ചുകൂടെ? പറയാവുന്നേ ഉള്ളൂ. ഒരു തീരുമാനത്തിലെത്തിയാൽ അവളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ആർക്കും പിന്നെ പറ്റില്ല. കടിച്ചു ചാവുന്ന ജീവിയെപ്പോലെ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു ജന്മമാ. അപ്പോൾ അലീന ചോദിക്കുകയാണ്, ഞാൻ അവിടെ വന്ന് ബബിതയെ ഒന്ന് കണ്ടാലോ? ഉടനെ രേവതിക്കുട്ടി, അതെ അത് തന്നെയാണ് നല്ലത്. അതിന് രോഹിത്, പക്ഷേ ആ ഒരൊറ്റ കാരണം കൊണ്ട് അമ്മ അവിടെ ഒരു കൊടുങ്കാറ്റ് തന്നെ സൃഷ്ടിക്കും. പെട്ടെന്ന് ഇവിടെ എന്താണ്ട് ഒരു കലാപരിപാടി എന്നുള്ളൊരു ശബ്ദം പുറയിൽ കേട്ടുകൊണ്ട് 3 പേരും കൂടി ഞെട്ടി വാതിക്കലേക്ക് നോക്കി. മാമച്ചനായിരുന്നു അത്. 3 പേരും എഴുന്നേറ്റു. അപ്പോൾ മാമച്ചൻ ചോദിക്കുകയാണ്, ഇന്നത്തെ പ്രോഗ്രാം കൂടി ഒന്ന് പറഞ്ഞേക്ക്, അത് കിട്ടിയിട്ട് വേണം ചാർട്ട് ചെയ്യുവാൻ. അങ്കിളെ, ഉച്ചയൂണ് കഴിഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ആദ്യം ഷോപ്പിംഗ്, പിന്നെ ബീച്ച്, അത് കഴിഞ്ഞ് അല്പനേരം പാർക്ക്, ഒടുവിൽ സെക്കൻഡ് ഷോ സിനിമയും തട്ടുകടയിൽ നിന്ന് ദോശയും ചിക്കൻ ഫ്രൈയും. ഇന്നത്തെ പ്രോഗ്രാം ഇത്രയും മതി. നാളത്തേത് പറയണോ? രേവതിക്കുട്ടി ചോദ്യഭാവത്തിൽ മാമച്ചനെ നോക്കി. മാമച്ചൻ ജന്മം പാഴായ മട്ടിൽ നിന്നുപോയി. തുടർന്ന് കാണുന്നത് കുളത്തുപുഴയിലെ ദൃശ്യങ്ങളാണ്. മുറ്റവും കടന്ന് ജീപ്പ് കാർ പോർച്ചിനടുത്തേക്ക് പോകുന്നത് കണ്ടപ്പോഴേ സ്റ്റാൻലിക്ക് കാര്യം മനസ്സിലായി. രണ്ടും കൽപ്പിച്ചുള്ള വരവാണ്. സംഘം ചേർന്നാണ് എത്തിയിരിക്കുന്നത്. ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഔസേപ്പച്ചൻ ആദ്യം ഇറങ്ങി. പിറകെ ആൽബർട്ടും റോബർട്ടും. ഔതക്കുട്ടിച്ചായൻ ഏറ്റവും ഒടുവിലാണ് ഇറങ്ങിയത്. സ്റ്റാൻലി ജനാലവിരി വലിച്ചിട്ടതിന് ശേഷം ആലോചനയിലൂടെ മുറിയിലൂടെ 2 ചാൽ നടന്നു. വെളിയിൽ നായ്ക്കളുടെ ഗർജനം കേൾക്കാമായിരുന്നു. സ്റ്റാൻലി പൂമുഖത്തേക്ക് ഇറങ്ങിച്ചെന്നു. ആൻ്റപ്പൻ നായ്ക്കളെ മെരുക്കി തിരിച്ചയച്ചിട്ടുണ്ട്. സിറ്റൗട്ടിലേക്ക് കയറി നിൽക്കുകയാണ് ഔതക്കുട്ടിച്ചായനും 3 ആൺമക്കളും. സ്റ്റാൻലി അവരെ അകത്തേക്ക് ക്ഷണിച്ചു. തുടർന്ന് ദീർഘചതുരാകൃതിയിലുള്ള ഹാളിലെ ഇരിപ്പിടങ്ങളിൽ കൊണ്ടുവന്നിരുത്തി. എന്നിട്ട് ചോദിക്കുക, ഇതെന്താണ്? അപ്പച്ചനും പ്രിയപ്പെട്ട മക്കളും കൂടി ഒരു മുന്നറിയിപ്പുമില്ലാതെ മിന്നൽ പരിശോധനയ്ക്കോ മറ്റോ വന്നതാണോ? അതിന് റോബർട്ട്, ഒരുപാട് നാളായില്ലേ ഈ വഴിയൊക്കെ വന്നിട്ട്, എല്ലാം ഒന്ന് കണ്ടു കേട്ട് പോകാമെന്ന് വെച്ചു, അതുകൊണ്ട് വന്നതാ. ഔസേപ്പച്ചൻ അത് കേട്ടപ്പോഴേക്കും ദേഷ്യം വന്നു. അയാൾ പറയുകയാ, അതെന്നാ വർത്താനം ആരോപിച്ച? നമ്മൾ വന്നത് റാണിയെ വിളിച്ചുകൊണ്ട് പോരല്ലേ, പിന്നെന്തിനാ ഒരുമാതിരി അഴകുഴമ്പൻ വർത്താനം പറയുന്നത്? ഉടനെ സ്റ്റാൻലി, റാണിയെ കാണാത്ത തറവാട്ടിൽ ആർക്കും ഉറങ്ങാൻ പറ്റുന്നില്ല അല്ലേ? ഉടനെ ഔസേപ്പച്ചന്റെ മറുപടി, പെൺകുട്ടികളായാലേ നിൽക്കേണ്ടടുത്ത് നിൽക്കണം, ഇല്ലെങ്കിൽ ശരിയാവത്തില്ല. നിങ്ങൾ വരാൻ ഭാവിച്ചപ്പോൾ ഒന്ന് ഫോൺ ചെയ്തിട്ട് വരരുതായിരുന്നു? എന്തായാലും റാണി ഇപ്പോൾ ഇവിടെ ഇല്ല. റാണി ഇല്ലെന്നോ ഇവിടെ? എവിടെ പോയവള്? അവൾ എറണാകുളം വരെ പോയിരിക്കുകയാണ്. എറണാകുളത്തോ? എറണാകുളത്ത് എവിടെ? മാമച്ചൻ്റെ വീട്ടിൽ. ഉടനെ ഔസേപ്പച്ചൻ്റെ ഒച്ച അങ്ങ് ഉയർന്നു. അയാൾ ചോദിക്കുക, ആരോട് ചോദിച്ചിട്ടാ എറണാകുളത്തേക്ക് അവളെ വിട്ടത്? ഞങ്ങളോടൊരു വാക്ക് ലാലിച്ചായൻ ചോദിച്ചോ? ഔസേപ്പച്ച, പതുക്കെ പറഞ്ഞാൽ മതി, എനിക്ക് നന്നായിട്ട് കേൾക്കാം. നിങ്ങൾക്ക് ദേഷ്യപ്പെടാനും ഒച്ചയെടുക്കാനുമുള്ള സ്ഥലം ഇതല്ല. ഞങ്ങളോട് ചോദിക്കാതെ ലാലിച്ചായൻ അത് ചെയ്യരുതായിരുന്നു. ആരാ അവളുടെ ലോക്കൽ ഗാർഡിയൻ? അപ്പച്ചനോടെങ്കിലും ലാലിച്ചായൻ ഒരു വാക്ക് ചോദിച്ചോ? ഔസേപ്പച്ചൻ്റെ മുഖത്ത് അമർഷം മുറുകുവാൻ തുടങ്ങി. അപ്പോൾ സ്റ്റാൻലിയുടെ മറുപടി, കുറെ കാലമായിട്ട് അപ്പച്ചൻ്റെ ലോക്കൽ ഗാർഡിയൻ ഞാനാ, അതുകൊണ്ടാ ചോദിക്കാഞ്ഞത്. അല്ലെങ്കിലും ഈ ചോദ്യവും പറച്ചിലുമൊന്നും നമ്മൾ തമ്മിൽ പണ്ടേ ഇല്ലല്ലോ. ഉണ്ടായിരുന്നുവെങ്കിൽ റാണിയെ സംബന്ധിച്ച പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം ഞാനും അറിയുമായിരുന്നു, ഇല്ലേ? ഔതക്കുട്ടിച്ചായനും മക്കളും പരസ്പരം നോക്കി. ഔസേപ്പച്ചൻ വീണ്ടും ചോദിക്കുകയാണ്, ലാലിച്ചായൻ എന്തിനാ അവരോടൊപ്പം റാണിമോളെ അയച്ചത്? എന്തു വിശ്വസിച്ചിട്ടാ? അവർ നമ്മളുടെ ആരാ? അവളെ ഈ അവസ്ഥയിൽ വല്ല വീട്ടിലും കൊണ്ടുപോയി താമസിപ്പിക്കുന്നത് ശരിയാണോ? ഔസേപ്പച്ച, റാണി പ്രസവിച്ച കുഞ്ഞിൻ്റെ അപ്പൻ്റെ വീട്ടിലേക്കാണ് അവളെ ഞാൻ അയച്ചിരിക്കുന്നത്. അവൾക്ക് അവരെ ഇഷ്ടമാണ്. അവർക്ക് അവളോടും അങ്ങനെ തന്നെയാ. ഒറ്റയ്ക്കല്ല അവളെ അയച്ചത്. എൻ്റെ മകളുണ്ട് അവർക്കൊപ്പം. അവൾ എന്നെക്കാളും നിങ്ങളെക്കാളും കാര്യപ്രാപ്തിയുള്ളവളാണ്. പിന്നെ റാണിയുടെ അവസ്ഥ, കൊട്ടാരമറ്റം തറവാട്ടിൽ കഴിഞ്ഞിരുന്നതിനേക്കാൾ വളരെയധികം മെച്ചമായിട്ടുണ്ട് അവളുടെ മാനസികാവസ്ഥ. അടച്ചുപൂട്ടിയ മുറിക്കകത്തുനിന്ന് പുറത്തിറങ്ങി കാറ്റും വെളിച്ചവും ഒക്കെ ഏൽക്കുകയും മനുഷ്യരെ കാണുകയും ഇടപെടുകയും മറ്റുള്ളവരുടെ സ്നേഹം അനുഭവിക്കുകയും ചെയ്താൽ മാറാനുള്ളതേ ഉള്ളൂ അവളുടെ രോഗമെന്ന് എൻ്റെ മകൾ എനിക്ക് കാട്ടിത്തന്നു. ഇഷ്ടമുള്ളവർക്കൊപ്പം കഴിയുമ്പോൾ അവൾക്ക് ഇനിയും മാറ്റം വരും. അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള അവളുടെ കുഞ്ഞിനെ കൂടി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവൾ നിങ്ങളെക്കാൾ നോർമലാകും. ഉടനെ റോബർട്ട് സ്റ്റാൻലിക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ലാലിച്ചായന് മാത്രമായിരിക്കും. ഓ ശരി, വേറെ വല്ലതും പറയാനുണ്ടോ?
അപ്പോൾ ഔസേപ്പച്ചൻ ഒന്നും അറിയാത്തതുപോലെ ചോദിക്കുകയാണ്, ലാലിച്ചായൻ മേരിക്കുട്ടി ചേച്ചിയെ വിളിച്ചിരുന്നോ? "ഹ, നീ നമ്പർ തെറ്റിച്ചു തന്നാൽ ഞാൻ തോറ്റ് പിന്മാറുമെന്ന് വിചാരിച്ചോ? തെണ്ടിത്തരമല്ലേ ഔസേപ്പച്ച നീ എൻ്റെ അടുത്ത് കാണിച്ചത്? ലാലിച്ചായ തറവാടിന്റെ നന്മയ്ക്ക് വേണ്ടിയാ. പക്ഷെ ലാലിച്ചായൻ തറവാടിന്റെ മുഖത്ത് കരിവാരിത്തേക്കാനാണ് നോക്കുന്നത്. റാണിമോളുടെ കൊച്ചിനെ തിരിച്ചു കിട്ടിയിട്ട് നമ്മൾ എന്നാ ചെയ്യാനാ? ആരതിനെ വളർത്തും? അതിന്റെ ഭാവി എന്താവും? റാണിക്ക് ആ കൊച്ചിനെ വെച്ചോണ്ട് വേറൊരു കല്യാണം ഒത്തുവരുമോ? ലാലിച്ചായൻ ഇത് വല്ലതും ആലോചിച്ചോ? ലാലിച്ചായന്റെ മോള് കാള പറ്റുമെന്ന് പറഞ്ഞാൽ ഉടനെ ലാലിച്ചായൻ കയറുമെടുത്ത് ഇറങ്ങരുത്. പ്രശ്നത്തിന്റെ നാനാവശങ്ങളും ആലോചിക്കണം. ലാലിച്ചായൻ ആ കുഞ്ഞിന്റെ കേസ് വിട്ടുകളയണം. കുടുംബത്തിന്റെ ഗുണത്തിന് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. ഒരു തെറ്റും ചെയ്യാത്ത മേരിക്കുട്ടി ചേച്ചിയെ വെറുതെ ഇതിലോട്ട് വലിച്ചിഴക്കരുത്. കുടുംബത്തിനൊരു അത്യാവശ്യം വന്നപ്പം സഹായിച്ചു എന്നൊരു മണ്ടത്തരം മാത്രമേ മേരിക്കുട്ടി ചേച്ചി ഇവിടെ കാണിച്ചിട്ടുള്ളൂ. ആരും ആരെയും ദ്രോഹിച്ചോണ്ടല്ല. അത്രയും കേട്ടപ്പോൾ സ്റ്റാൻലി ദേഷ്യത്തോടെ ചോദിക്കുകയാണ്, എടാ, റാണിയുടെ കൊച്ചിനെ അവളിൽ നിന്നും വേർപെടുത്തുവാൻ കൂട്ടുനിന്നതാണോ മേരിക്കുട്ടി ചെയ്ത മഹനീയ കൃത്യം? ലാലിച്ചായ, ആർക്കു വേണ്ടി ഇതൊക്കെ? നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണ്, റാണി മോളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. അതിന് സ്റ്റാൻലി, ഇപ്പോൾ ആ കുട്ടിയെ തിരിച്ചു കൊടുക്കുന്നതാണ് അവളോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ കാരുണ്യം. അതിന് മേരിക്കുട്ടി തയ്യാറാവുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ആൽബർട്ട് അങ്ങ് എഴുന്നേറ്റു. എന്നിട്ട് പറയുകയാണ്, തിരിച്ച് കിട്ടില്ല ലാലിച്ചായ. അത് ലാലിച്ചായൻ ഉറപ്പിച്ചു. അത് ശരി, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ കിട്ടുമോന്ന്. ആ, ഞങ്ങൾക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി ലാലിച്ചായൻ്റെ ഇഷ്ടം പോലെ ചെയ്യാം. ഔസേപ്പച്ചൻ സംഭാഷണം അവസാനിപ്പിച്ച് പോകാൻ എഴുന്നേറ്റു. തുടർന്ന് വീണ്ടും കാണുന്നത് എറണാകുളത്തെ കാഴ്ചകൾ തന്നെയാണ്. സെൽഫോണിലൂടെയും വഴി പറഞ്ഞു കൊടുത്തുകൊണ്ട് രേവതിക്കുട്ടി ഗേറ്റിന്റെ മുൻപിൽ തന്നെ നിന്നു. അലീന ഗേറ്റ് മലർക്ക തുറന്നിട്ടു. അല്പം കഴിഞ്ഞപ്പോൾ സ്റ്റാൻലിയുടെ കാർ വരുന്നത് കാണാൻ കഴിഞ്ഞു. അകത്തേക്ക് കയറിപ്പോയിക്കൊള്ളുവാൻ രേവതിക്കുട്ടി കൈകാട്ടി. കാർ പോർച്ചിനരികിൽ നിർത്തി സ്റ്റാൻലി ഇറങ്ങി. വീടും ചുറ്റുപാടുകളും ഒക്കെ ഒന്ന് നോക്കി. അപ്പോഴേക്കും അലീന വന്ന് പപ്പയുടെ കൈ പിടിച്ചു. അയാളെ അടിമുടി നോക്കിയിട്ട് പറയുകയാണ്, അയ്യോ, പപ്പയ്ക്ക് ക്ഷീണമാണല്ലോ. ഞാൻ ഇല്ലാതിരുന്നതിൻ്റെ വല്ലായ്മ മുഖത്ത് കാണാനുണ്ട്. മകളുടെ പുഞ്ചിരിയും തന്നെ വീണ്ടും കണ്ടപ്പോൾ അവളുടെ മുഖത്ത് ഉദിച്ച സന്തോഷവും അയാളെ ആനന്ദിപ്പിച്ചു. അലീന പപ്പയുടെ കൈ പിടിച്ച് സിറ്റൗട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ മാമച്ചനും ഷെറിനും കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഗേറ്റ് അടച്ചിട്ട് അല്പസമയത്തിനുള്ളിൽ രേവതിക്കുട്ടിയും മടങ്ങിയെത്തി. കുശലാന്വേഷണങ്ങൾ, ചായ സൽക്കാരം, ഒന്നിനു പുറകെ ഒന്നായി അതെല്ലാം നടന്നു. സ്റ്റാൻലി അലീനയും ഷെറിനെയും തിരികെ കൊണ്ടുപോകാൻ എത്തിയതാണ്. ഷെറിന്റെ മോളെക്കുറിച്ചുള്ള അന്വേഷണം എവിടെ വരെ എത്തിയെന്നറിയുവാൻ മാമച്ചനും ഗ്രേസമ്മയ്ക്കും അത്യധികം ആകാംക്ഷയുണ്ടായിരുന്നു. അത് മനസ്സിലാക്കിയിട്ട് സ്റ്റാൻലി പറയുകയാണ്, ഞാൻ ആദ്യം വിളിച്ചപ്പോൾ മേരിക്കുട്ടി പറഞ്ഞു കുട്ടി മരിച്ചുപോയി എന്ന്. ഇന്നലെ ഞാൻ വീണ്ടും വിളിച്ചു. അപ്പോൾ പറയുന്നു കുട്ടിയെ മക്കളില്ലാത്ത ഏതോ ദമ്പതികൾ അഡോപ്റ്റ് ചെയ്തെന്ന്. അഡോപ്റ്റ് ചെയ്തവരുടെ അഡ്രസ്സ് തരാൻ പറ്റില്ലത്രേ. അഡോപ്ഷൻ ഡീലിൽ അതിന് വ്യവസ്ഥയില്ലെന്നാണ് പറയുന്നത്. അത്രയും കേട്ടപ്പോഴേക്കും മാമച്ചൻ്റെയും ഗ്രേസമ്മയുടെയും മുഖം മ്ലാനമായി. അപ്പോൾ അലീന പറയുകയാണ്, ഇതൊന്നും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കും ആ കാര്യത്തിൽ സംശയമുണ്ട്. സ്റ്റാൻലി അലീനയെ അനുകൂലിച്ചു. ഞാൻ പറഞ്ഞ മാർഗം തന്നെയാണ് ഏറ്റവും മെച്ചം. ഷെറിൻ കോടതിയെ സമീപിക്കുക. അവൾ പോങ്ങുമൂട്ടിലെ ലിറ്റിൽ ഫ്ലവർ ഓർഫനേജിൽ ഏൽപ്പിച്ചിരുന്ന കുഞ്ഞിനെ കാണാനില്ല. ഓർഫനേജ് അധികൃതർ കോടതിയിൽ വന്ന് ഉത്തരം പറയണം. മരിച്ചുപോയെങ്കിൽ തെളിവ് ഹാജരാക്കണം. അല്ല, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കോടതിയിൽ എത്തിക്കണം. അതുമായി ബന്ധപ്പെട്ട എല്ലാവരും കോടതി കയറി ഇറങ്ങണം. ഉടനെ അലീന, അത് വേണ്ട പപ്പ. നമ്മൾ എന്തിനാ നമ്മുടെ സ്വന്തക്കാരെയൊക്കെ വിഷമിപ്പിക്കുന്നത്? എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരല്ലേ. ആരെയും വേദനിപ്പിക്കാതെ, മുറിപ്പെടുത്താതെ, ശത്രുക്കളാക്കാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യാമോ എന്ന് നോക്കാം. എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് നീ പറയുന്നത്? പപ്പ, നമുക്ക് മേരിക്കുട്ടി സിസ്റ്ററെ ഒന്ന് കാണാൻ പോയാലോ? റാണി ആൻറ്റി ഇവിടെ നിന്നോട്ടെ, നമുക്ക് രണ്ടുപേർക്കും കൂടി പോയിട്ട് വരാം. പപ്പയ്ക്ക് സമ്മതമാണെങ്കിൽ മാത്രം. അലീന മറുപടിക്കായി സ്റ്റാൻലിയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ്. സ്റ്റാൻലി അല്പനിമിഷം മൗനമായിരുന്നു. അലീനയുടെ അഭിപ്രായത്തോട് യോജിക്കുവാൻ സ്റ്റാൻലി ആദ്യമൊന്നും തയ്യാറായില്ല. സ്വന്തം അപ്പച്ചനും അനുജന്മാരും ചേർന്ന് തന്നെ വിഡ്ഢിയാക്കുവാൻ ശ്രമിച്ചത് അയാളെ രോഷാകുലനാക്കിയിരുന്നു. മേരിക്കുട്ടിയുടെ അഡ്രസ്സ് അറിയില്ലെന്ന് പറഞ്ഞതും തെറ്റായ ഫോൺ നമ്പർ കൊടുത്തതുമാണ് പപ്പയുടെ അമർഷത്തിന് കാരണമെന്ന് അലീനയ്ക്ക് മനസ്സിലായി. അവൾ പപ്പയെ അനുനയിപ്പിക്കുവാൻ ശ്രമിച്ചു. അതെല്ലാം പോട്ടെ പപ്പ, നമുക്കിപ്പോൾ എന്താണ് വേണ്ടത്? റാണി ആൻറ്റിയുടെ മോൾ എവിടെയാണെന്ന് കണ്ടെത്തണം. അതിന് സാധിച്ചാൽ ആരാ ജയിക്കുന്നേ? നമ്മളല്ലേ. തോൽക്കുന്നത് അവരും. പിന്നെന്താ? മാമച്ചനും ഗ്രേസമ്മയും അലീനയുടെ അഭിപ്രായത്തോട് അനുകൂലിച്ചു. മാമച്ചൻ പറയുകയാണ്, മിസ്റ്റർ സ്റ്റാൻലി അവർ പറ്റിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നത് ശരിയാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷേ അവരെന്തൊക്കെയോ ഭയപ്പെടുന്നുണ്ട്. അതുകൂടി നിങ്ങൾ കണക്കിലെടുക്കണം. ഞാൻ ഉപദേശിക്കുകയല്ല, അങ്ങനെ ചിന്തിക്കരുത്. അവർ വിചാരിക്കുന്നത് കുടുംബത്തിന് ദുഷ്പേരുണ്ടാകും, മാനക്കേട് കാരണം അവർക്ക് ആളുകളെ ഫേസ് ചെയ്യുവാൻ പറ്റാതെയാവും, ലോകം മുഴുവനും ഇതെല്ലാം അറിഞ്ഞ് പരിഹസിച്ച് ചിരിക്കും. ഇതൊക്കെയാണ്. അതുകൊണ്ടാണല്ലോ അവർ ഇത്രയും കാലം എല്ലാം മറച്ചു വെച്ചത്. അല്ലാതെ മിസ്റ്റർ സ്റ്റാൻലിയോട് അവർക്ക് വിരോധമുണ്ടായിട്ടാണോ? ഷെറിനോട് അവർക്ക് വൈരാഗ്യമുണ്ടോ? ആ കുഞ്ഞിനോട് അവർക്ക് വിദ്വേഷമുണ്ടോ? സമൂഹത്തിൻ്റെ മുമ്പിൽ തരം താഴ്ത്തപ്പെടരുത്, അത്രമാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി ചില മുൻകരുതലുകൾ അവരെടുത്തു.
മറ്റുള്ളവരെ അതെങ്ങനെ ബാധിക്കുമെന്നോ എന്തുമാത്രം വേദനിപ്പിക്കുമെന്നോ അവർ നോക്കുന്നില്ല. അത് അവരുടെ വിഷയവുമല്ല. അത് കേട്ടിട്ടും സ്റ്റാൻലി ഒന്നും പറയുന്നില്ല. സ്റ്റാൻലിയുടെ മൗനം ആശങ്കാജനകമായി തുടരുകയാണ്. മഴ തോരും മുൻപ് എന്ന ഈ പരമ്പരയിൽ തുടർന്ന് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? ഗംഭീര ട്വിസ്റ്റുകളിലേക്കാണ് പരമ്പര നീങ്ങുവാൻ തുടങ്ങുന്നത്. അതൊക്കെ മുന്നമേ കൂട്ടി അറിയേണ്ടതിന് ഇതുവരെയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഒപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും അപ്പോൾ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുകയും ചെയ്യുവാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.